Hi dear friends, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQL ൽ ഡിലീഷൻ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന 3 കമാൻഡ്സ് ആണ് ഡിലീറ്റ്, ട്രങ്കേറ്റ് ആൻഡ് ഡ്രോപ്പ്. ഈ 3 കമാൻഡ്സിന്റെ ഡിഫറൻസസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും എല്ലാ ഇന്റർവ്യൂസിലും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രങ്കേറ്റ്, ഡിലീറ്റ് ആൻഡ് ഡ്രോപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഡിലീറ്റ് കമാൻഡ് നോക്കാം. ഡിലീറ്റ് ഈസ് എ DML കമാൻഡ്. ഡിലീറ്റ് എന്ന് പറയുന്നത് ഒരു DML കമാൻഡാണ്. DML സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡേറ്റാ ബേസിലെ ഡേറ്റാസിനെ ആക്സസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമാണ് DML യൂസ് ചെയ്യുന്നത്. അതായത് സെലക്ട്, ഇൻസെർട്ട്, അപ്ഡേറ്റ് ഈ കമാൻഡ്സൊക്കെ എന്തിലാണ് വരുന്ന DML വരുന്ന കോമൺ ആയിട്ട് വരുന്ന കമാൻഡ്സാണ് സെലക്ട്, ഇൻസെർട്ട്, അപ്ഡേറ്റ്. അതുപോലെ തന്നെയുള്ളൊരു കമാൻഡാണ് DML വരുന്നൊരു കമാൻഡാണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് ഇൻ എ ടേബിൾ. ഒരു ടേബിൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെക്കോർഡ്സിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഡിലീറ്റ് വൺ ഓർ മോർ റോസ് ഫ്രം ദ ടേബിൾ ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ ഗിവൺ വിത്ത് ദ വേർ ക്ലോസ്. വേർ ക്ലോസിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്നോ അതിൽ കൂടുതൽ റോസിനെ നമുക്ക് ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് പോയിന്റ്, ഡിലീറ്റ് കമാൻഡ് പെർഫോം സ്ലോവർ ദെൻ ദ ഡ്രോപ്പ് കമാൻഡ് ആൻഡ് ട്രങ്കേറ്റ് കമാൻഡ്. അതായത് ഡിലീറ്റ് കമാൻഡിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിലീറ്റ് കമാൻഡ് ട്രങ്കേറ്റിനെയും ഡ്രോപ്പിനേക്കാളും സ്ലോവർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഞാൻ കൊടുത്തിട്ടുള്ളത് ഡിലീറ്റ് കമാൻഡ് സിൻറ്റാക്സ് ആണ്. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വെയർ കണ്ടീഷൻ. ഓക്കെ, ദെൻ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഒരു ടേബിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റ് കമാൻഡിൻ്റെ കൊറി കൊടുക്കുമ്പോഴത്തേനും ഈ ടേബിളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വെയർ കസ്റ്റമർ ID ഈക്വൽ ടു 1. കസ്റ്റമർ ID 1 ആയിട്ടുള്ള റോസിനെ കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അതാണ് ഈ കോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ കോറി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കസ്റ്റമേഴ്സ് ടേബിൾ കസ്റ്റമർ ID 1 ആയിട്ടുള്ള റോ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് പോകും. നമുക്ക് ഈ ടേബിൾ നോക്കുമ്പോഴത്തേന് മനസ്സിലാവും കസ്റ്റമർ ID 1 എന്നുള്ള ഫീൽഡ് അവിടെ റോ കാണാനേ ഇല്ല. ഓക്കെ, ഇതാണ് ഡിലീറ്റ് കമാൻഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡിലീറ്റഡ് റോസിനെ നമുക്ക് റോൾ ബാക്ക് കമാൻഡ് യൂസ് ചെയ്ത് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രങ്കേറ്റ് കമാൻഡാണ്. ട്രങ്കേറ്റ് ഈസ് എ DDL കമാൻഡ്. DDL സ്റ്റാൻഡ്സ് ഫോർ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫൈൻ ഡേറ്റാബേസ് സ്ട്രക്ചർ. അതായത് ഈ DDL യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾസ്, സ്കീമ, കൺസ്ട്രെയിൻസ് ഇതിനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് DDL യൂസ് ചെയ്തിട്ടാണ്. കോമൺ ആയിട്ട് DDL വരുന്ന കമാൻഡ്സ് ആണ് ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്, ട്രങ്കേറ്റ്, റീനെയിം. ഇതൊക്കെ DDL വരുന്ന കമാൻഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് കംപ്ലീറ്റ് ഡേറ്റ ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ടേബിൾ. ഒരു എക്സിസ്റ്റിംഗ് ടേബിളിലുള്ള കംപ്ലീറ്റ് ഡേറ്റാസിനെയും കംപ്ലീറ്റ് റോസിനെയും ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടാണ് ട്രങ്കേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. We cannot restore all the deleted rows from a database using the rollback command. അതായത് ഈ ട്രങ്കേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റഡ് റോസിനെ നമുക്ക് റോൾ ബാക്ക് കമാൻഡ് യൂസ് ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ ട്രങ്കേറ്റ് കമാൻഡ് വർക്ക്സ് ഫാസ്റ്റർ ദാൻ ഡ്രോപ്പ് ആൻഡ് ഡിലീറ്റ് കമാൻഡ്. ഡ്രോപ്പ് കമാൻഡിനെയും ഡിലീറ്റ് കമാൻഡിനേക്കാളും ഫാസ്റ്ററായിട്ടാണ് ട്രങ്കേറ്റ് കമാൻഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്കതിൻ്റെ സിൻറ്റാക്സ് നോക്കാം. ട്രങ്കേറ്റ് ടേബിൾ ആൻഡ് ടേബിൾ നെയിം. ട്രങ്കേറ്റ് ടേബിൾ നെയിം അതായത് കണ്ടീഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഡിലീഷൻ ഓപ്പറേഷനിൽ ഡിലീറ്റ് കമാൻഡിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡേറ്റ ഡിലീറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യാതെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളിലെ എല്ലാ റോസിനും എല്ലാ ഡേറ്റീസിനും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രങ്കേറ്റും ഡിലീറ്റും തമ്മിൽ മെയിനായിട്ട് വരുന്ന വ്യത്യാസം. ട്രങ്കേറ്റിൽ നമ്മൾ കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യാതെ എല്ലാ റോസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഡിലീഷൻ ഓപ്പറേഷനിൽ ഒന്നെങ്കിൽ നമുക്ക് ഒരു റോയെ നമുക്ക് ഡിലീറ്റ് ആക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റോസിനെ ഡിലീറ്റ് ചെയ്യാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ. ഞാനിവിടെ എക്സാമ്പിളിനായിട്ട് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാനൊരു കറസ്പോണ്ടിങ് കോറി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ട്രങ്കേറ്റ് യൂസ് ചെയ്തിട്ട്. ട്രങ്കേറ്റ് ടേബിൾ കസ്റ്റമേഴ്സ്. ഈ കോറി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഡേറ്റ റിട്രീവ് ചെയ്യാനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ് ദെൻ ഒരു കോറി ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ കോറി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ഔട്ട്പുട്ടാണ് MG സെറ്റ് എന്ന് പറഞ്ഞ് വരും. വിച്ച് മീൻസ് ദാറ്റ് ആ കറസ്പോണ്ടിങ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് ഒരു ഡേറ്റാസും ഇല്ല. അതുകൊണ്ടാണ് MG സെറ്റ് എന്ന് പറഞ്ഞ് വന്നത്. അതായത് ഈ ട്രങ്കേറ്റ് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിളിൻ്റെ അകത്തുള്ള എല്ലാ ഡേറ്റാസിനെയും ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ട്രങ്കേറ്റ് കമാൻഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഡ്രോപ്പ് കമാൻഡ് നോക്കാം. ഡ്രോപ്പ് ഈസ് എ DDL കമാൻഡ്. ട്രങ്കേറ്റിനെ പോലെ തന്നെയാണ് ഡ്രോപ്പും ഒരു DDL കമാൻഡാണ്.
The drop command drops the existing table from the database. ഒരു ഡേറ്റാബേസിലുള്ള എക്സിസ്റ്റിംഗ് ടേബിളിനെ ഡ്രോപ്പ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ദ ഡിഫൈൻ ടേബിൾ വിത്ത് ആൾ ഇറ്റ്സ് ടേബിൾ ഡേറ്റ അസോസിയേറ്റഡ് ഇൻഡെക്സ് കൺസ്ട്രെയിൻസ് ട്രിഗേഴ്സ് ആൻഡ് പെർമിഷൻ സ്പെസിഫിക്കേഷൻസ്. ടേബിളിലുള്ള എല്ലാ ഡേറ്റാസിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡെക്സസിനെയും കൺസ്ട്രെയിൻസിനെയും ട്രിഗേഴ്സിനെയും എല്ലാ പെർമിഷൻ സ്പെസിഫിക്കേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വി കനോട്ട് ഗെറ്റ് ദ കംപ്ലീറ്റ് ടേബിൾ ഡിലീറ്റഡ് ഫ്രം ദ ഡേറ്റാബേസ് യൂസിങ് ദ റോൾ ബാക്ക് കമാൻഡ്. അതായത് ഈ റോൾ ബാക്ക് കമാൻഡ് യൂസ് ചെയ്തതുകൊണ്ട് ഡേറ്റാബേസിലുള്ള കംപ്ലീറ്റഡ് ഡിലീറ്റ് ചെയ്ത ടേബിളിനെ നമുക്ക് റോൾ ബാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദെൻ ഇതാണ് ഡ്രോപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ടേബിൾ നെയിം. ദെൻ എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഇങ്ങനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ കറസ്പോണ്ടിങ് കോറി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പ് ടേബിൾ കസ്റ്റമേഴ്സ്. ഈ കോറി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തിനും ആ ടേബിൾ കംപ്ലീറ്റായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് പോകും. ഡേറ്റാസ് മാത്രമല്ല, ആ ടേബിൾ കംപ്ലീറ്റായിട്ട് ടേബിളിൻ്റെ സ്ട്രക്ചർ സ്കീമ ഉൾപ്പെടെ ഡിലീറ്റ് ആയിട്ട് പോകും. ദെൻ ഞാൻ കസ്റ്റമേഴ്സ് എന്ന ടേബിളിനെ അതിൻ്റെ സ്ട്രക്ചർ കാണാനായിട്ടാണ് നെക്സ്റ്റ് ഞാൻ DESC കസ്റ്റമേഴ്സ് എന്ന് ഞാൻ കുറെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആ കുറെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തേനും ഒരു എറർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടേബിൾ test.customers does not exist എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റാബേസിൻ്റെ നെയിമാണ്. ടെസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റാബേസിൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടേബിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഈ ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ ഡേറ്റയിൽ ഡേറ്റാസ് മാത്രമല്ല ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡിലീറ്റ്, ട്രങ്കേറ്റ് ആൻഡ് ഡ്രോപ്പ് കമാൻഡ്സിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഡിഫറൻസസ് ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.